ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എത്രയോ ഭക്തന്മാർ, ജ്ഞാനികൾ, വിദ്യാസമ്പന്നർ, ഉന്നത പദവികൾ അലങ്കരിച്ചിരിക്കുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ തട്ടുകളിലുള്ളവർ, നിരവധി ആയിരങ്ങൾ മരണത്തോട് മല്ലിട്ടുകൊണ്ട് IC വാർഡിലും വെന്റിലേറ്ററുകളിലും ക്യാൻസർ സെൻ്ററുകളിലും ഡയാലിസിസിൻ്റെ റൂമുകളിലും കഴിയപ്പെടുന്നതായ ഈ സമയത്ത് എത്രയോ പേര് ഈ സമയം പ്രകൃതിയിലുണ്ടായ ദുരന്തങ്ങൾ മുഖാന്തരം മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെയും നഷ്ടപ്പെട്ട് ആരോരുമില്ലാത്ത അവസ്ഥകളിൽ വേദനയുടെയും കണ്ണുനീരിൻ്റെയും നടുവുകളിലായിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വിലയേറപ്പെട്ട ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരം നൽകിയിരിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നതായ വചനം എന്ന് പറയപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദഭാഗമാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് ആകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത്. ഈ വചനത്തിൽ നിന്നും നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളതായ കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ യേശുവിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മോശ മരുഭൂമിയിൽ എന്തിനാണ് സർപ്പത്തെ ഉയർത്തിയത്? നമുക്കറിയാം, മരണകരമായ ഒരവസ്ഥയിലൂടെയായിരുന്നു ജനം ആ സമയത്ത് പോകുന്നത്. നമുക്ക് കാണുവാൻ കഴിയും, സർപ്പങ്ങൾ വന്ന് കടിക്കുകയും ജനം മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ദൈവം പറയുന്നത്, മോശയോട് പറയുന്ന പ്രകാരം മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുകയാണ്. ആ ഉയർത്തിയതിൽ അതിൽ നോക്കുന്നതായ വ്യക്തികളൊക്കെയും ജീവനിലേക്ക് വരുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ ഈ മോശ ഉയർത്തിയതായ ആ സർപ്പം, നമ്മൾ ഇന്ന് പലരും ചിന്തിക്കും, ഇന്ന് ലോകത്തിലുള്ളവർ ചിന്തിക്കും, അതുപോലെ എങ്കിൽ നമുക്ക് സർപ്പത്തെ ആരാധിച്ചാൽ പോരെ. പക്ഷെ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പത്തെ ആരാധിക്കുന്നതല്ല, ദൈവത്തിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തുക എന്നുള്ളതാണ്. അതിലൂടെ ദൈവത്തിനെ നോക്കണം, ദൈവത്തിങ്കിലേക്ക് നോക്കണം. അതായത് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കണം എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 4:12 പഠിക്കുമ്പോൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. കാരണം യേശുക്രിസ്തുവിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരുടെ സഹിഷ്ണുത കൊണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കണം. നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെതായ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നോട്ടം എപ്പോഴും, കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയവരൊക്കെയും അവരുടെ മുഖം പ്രകാശിതമായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. കഷ്ടതകൾ വന്നപ്പോഴും വേദനകൾ വന്നപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി ജീവിച്ചവർക്ക് അവരുടേതായ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വന്നിട്ടില്ല. അവരുടെ പലരും മരണത്തിന് വിധേയമായി തീർന്നപ്പോൾ പോലും അവരുടേതായ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല എന്ന് കാണുവാൻ കഴിയും. നമ്മൾ ചരിത്ര രേഖകൾ പഠിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളെ നിരവധി പേര് ഒടുക്കപ്പെട്ടപ്പോഴും അവരുടെ മുഖം എല്ലാം ദൈവത്തിങ്കിലേക്ക് നോക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. അതുപോലെ നമ്മുടെ മുഖവും കർത്താവിങ്കിലേക്ക് നോക്കിയായിരിക്കണം. നമ്മുടെ ഓരോ പ്രഭാതത്തിലും നമുക്ക് ദൈവം നൽകപ്പെടുന്നതായ പ്രഭാതങ്ങൾ അത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രഭാതവും മുൻപോട്ട് ഉള്ളതായ ജീവിതത്തിൻ്റെതായ വഴിത്തിരിവുകൾ ആയിത്തീരേണ്ടത്. അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുക.
കർത്താവിലേക്ക് നോക്കിയാൽ തീർച്ചയായും നമുക്കൊരു പ്രതിഫലം കർത്താവ് നമുക്കൊരു വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലവുമായി കർത്താവ് വരുവാൻ പോവുകയാണ്. ആ പ്രതിഫലം നമുക്കും ലഭിക്കപ്പെടുവാൻ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ആ മനോഹരമായ രാജ്യത്തിൽ പ്രവേശിപ്പാൻ, നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് വരുവാൻ പോകുന്നു. ആ വരവിൽ നമുക്കും പങ്കാളിയായി തീരാം. അതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തെ വിരമിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന നിത്യന നീതിമാനുമായി സ്വർഗത്തിൽ വസിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ അങ്ങ് ദാനമായിട്ട് നൽകിയതോർത്ത് സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയിൽ നോക്കി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങൾ മരണപര്യന്തം വിശ്വസ്തയോടുകൂടെ അങ്ങയിൽ നോക്കി പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവന നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാതനയേക്കണമേ നല്ല ദൈവമേ. ആമേൻ.